നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ലോകത്ത് ഏറ്റവും അധികം ലാഭം ലഭിക്കുന്ന എണ്ണക്കമ്പനിയായ സൗദി അറേബ്യൻ ഓയിൽ കമ്പനി അരാംകോ ഓഹരി വിപണിയിലേക്ക് എത്തുന്ന വാർത്തകൾ ഈയിടെയാണ് പുറത്തു വന്നത്. സൗദി അരാംകോയ്ക്ക് നേരെയുണ്ടായ ആക്രമണം രാജ്യത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു. ഇതിനു പിന്നാലെ വന്ന ഈ തീരുമാനം രാജ്യത്തെ ഓഹരി വിപണിയിൽ സൃഷ്ടിച്ചത് സ്ഫോടനാത്മക അന്തരീക്ഷമെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ലോകത്തെ എണ്ണ ഭീമന്റെ ഓഹരികൾ പൊതുജനങ്ങൾക്ക് വാങ്ങാനും വിൽക്കാനും കഴിയും വിധം വിപണിയിലെത്തുന്ന വാർത്തയെ ഒരേ സമയം ഞെട്ടിയും അതോടൊപ്പം തന്നെ ആശ്ചര്യം പ്രകടിപ്പിച്ചുമാണ് സൗദി ഓഹരി കമ്പോളം വരവേറ്റിരിക്കുന്നത്. സ്വദേശികൾക്കും വിദേശികൾക്കും അരാംകോ ഓഹരി സ്വന്തമാക്കാനുള്ള അവസരമാണ് ഇതുവഴി ലഭിക്കുന്നത്. അതിനാൽ തന്നെ ഞായറാഴ്ച സ്റ്റോക്ക് മാർക്കറ്റ് ക്ലോസ് ചെയ്തത് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സൂചകത്തിലാണെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതായത് ഇൻഡെക്സ് പോയിന്റ് 7590.33 എന്ന ഉയരത്തിൽ എത്തിപ്പെടുകയുണ്ടായി. ഓഹരി വിപണിയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സൂചകമാണിതെന്ന് സൗദി പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അരാംകോയുടെ ഓഹരി പൊതുവിപണിയിൽ എത്തുന്നു എന്ന് ഞായറാഴ്ച രാവിലെ ഉണ്ടായ പ്രഖ്യാപനമാണ് ഓഹരി വില സൂചികകളെ പോലും ഞെട്ടിപ്പിക്കുന്ന ഈ അവസ്ഥ സംജാതമാക്കിയതെന്നും ഈ തരംഗം തുടരുമെന്നും ഇത് രാജ്യത്തെ സാമ്പത്തിക മുന്നോക്കത്തെ കണക്കുകൂട്ടുമെന്നും രാജ്യത്തെ സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. സൗദി സ്റ്റോക്ക് മാർക്കറ്റായ തദാവുൽ മുഖേന ആഭ്യന്തര വിപണിയിലാണ് വിൽപ്പനയെങ്കിലും മുഴുവൻ സ്വദേശി പൗരന്മാർക്കും രാജ്യത്ത് താമസിക്കുന്ന ചില വിദേശികൾക്കും ഓഹരികൾ സ്വന്തമാക്കാൻ കഴിയുമെന്ന് അരാംകോ വൃത്തങ്ങൾ വ്യക്തമാക്കുകയുണ്ടായി. ഇതിലൂടെ പ്രവാസികൾക്കും വലിയ മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത്. ചില വിദേശികൾ എന്ന് പറയുന്നതിനാൽ ചില യോഗ്യതകളുടെ മാനദണ്ഡത്തിലാണ് വിദേശികൾക്ക് ഓഹരി വിൽപ്പന എന്ന സൂചനയാണ് ഇതിലൂടെ ലഭിക്കുന്നതും തന്നെ. ഉപാധികളോടെയും കർശന നിബന്ധനകൾക്ക് വിധേയമായിട്ടുമായിരിക്കും അത് ലഭിക്കുക എന്നത്. ഇത്രയൊക്കെ ചരിത്രപരമായ നേട്ടം കുറിച്ചിട്ടും സൗദി അക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണം ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്നും ഉണ്ടായിട്ടില്ല. രാജ്യത്തെ താമസക്കാരായ ചില വിദേശികൾ എന്നൊരു സൂചന മാത്രമേ വാർത്താക്കുറിപ്പിൽ ഉണ്ടാകുന്നുള്ളൂ. രാജ്യത്തെ സമ്പദ്ഘടനയുടെ വൈവിധ്യവത്കരണം എന്ന കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ വിഭാവനം ചെയ്യുന്ന ദേശീയ പരിവർത്തന പദ്ധതി വിഷൻ 2013 ഭാഗമായാണ് അരാംകോ ഓഹരി വിറ്റഴിക്കൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ആഭ്യന്തര വിപണിയിൽ അരാംകോ ഓഹരി ലിസ്റ്റ് ചെയ്യാൻ അനുമതി നൽകിയതായി ക്യാപിറ്റൽ മാർക്കറ്റ് അതോറിറ്റി വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഈ റെക്കോർഡ് നേട്ടം സൗദി കീഴടക്കിയിരിക്കുന്നത്. ദേശീയ എണ്ണ കമ്പനിയായ അരാംകോ പുതിയ ഒരു ചുവട് മുന്നോട്ട് വയ്ക്കുകയാണെന്നാണ് അരാംകോ പ്രസിഡന്റും സിഇഒയുമായ അമീൻ എച്ച് നാസർ പുതിയ പ്രഖ്യാപനത്തെ പറ്റി പ്രതികരിച്ചിരിക്കുന്നത് തന്നെ. ആഭ്യന്തര വിപണിയിൽ ലിസ്റ്റ് ചെയ്യുന്നതോടെ അരാംകോയുടെ നേട്ടങ്ങൾ കൊയ്യാൻ പുതിയ ആളുകൾക്ക് അവസരം ലഭിക്കുമെന്ന് അരാംകോ ചെയർമാനും പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ഗവർണറുമായ യാസിൻ ഒത്മാൻ അൽ റുമയ്യാൻ വ്യക്തമാക്കുകയുണ്ടായി. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.